കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശു നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ വർഷത്തിന്റെ അവസാന വെള്ളിയാഴ്ചയാണിത്. 1-2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ 2024 നമ്മളെ വിട്ടു പോവുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ദൈവജന പഠന ക്ലാസ് ആരംഭിച്ചിട്ട് 3 വർഷത്തോളമാകുന്നു. നമ്മുടെ എഗസ്കേലിലെ പ്രവചന ക്ലാസിന്റെ ഇത് 101-ാം ക്ലാസ്സാണ്. കഴിഞ്ഞ 100 ക്ലാസ്സുകൾ, 100 എപ്പിസോഡുകൾ നമുക്ക് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കർത്താവിന്റെ വലിയ കൃപ ഒന്ന് മാത്രം. ഇന്ന് രാത്രിയിൽ നാം പാടിയതുപോലെ നന്ദിയോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പുതുവർഷത്തിൽ വലിയ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടും ഒക്കെയാണ് ദൈവജനവും മറ്റുള്ള ജനവും ഒക്കെ ആയിരിക്കുന്നത്. ദൈവം തൻ്റെ സകല കരങ്ങൾ നീട്ടി സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ ഓരോരുത്തരും നിറയ്ക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ ഞാൻ ആ ഭാഗം നിർത്തുന്നു. ഈ രാത്രിയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും, തുടർന്ന് യൂട്യൂബിൽ ദൈവജനം കേൾക്കുന്ന, പഠിക്കാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അഡ്വാൻസായി പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവജന പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ എഗസ്കേലിലെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 30-ാം അധ്യായത്തിനകത്ത് ദൈവം ഫറവോനോടും തൻ്റെ ജനത്തോടുമുള്ള വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. അതിനകത്ത് പ്രത്യേകമായി ചില സ്ഥലങ്ങളെ എടുത്തു പറയുന്നു. ആ സ്ഥലങ്ങൾ പലതും പല നിലകളിലും ഈജിപ്ഷ്യൻകാരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യതയുള്ള സ്ഥലങ്ങളാണ്. ചില ഭാഗങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈജിപ്തിന്റെ ഉടനീളം ദൈവത്തിന് ന്യായവിധി വരുമെന്ന്. ഈജിപ്തുകാരുടെ ഏറ്റവും വലിയ സമ്പത്തായിരുന്ന, അവരുടെ ആശ്രയമായത് നൈൽ നദിയുടെ മേൽ ദൈവത്തിന് ന്യായവിധി വരുമെന്ന് വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ 1-2 സ്ഥലങ്ങൾ കണ്ടു. നോഫ് എന്ന് പറയുന്ന സ്ഥലം കണ്ടു. പീബെസത്തിനെ കുറിച്ച് പഠിച്ചു. തഹവനഹേസ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കും. നോഫ് എന്ന് പറയുന്നത് ഫറവോൻ രാജാക്കന്മാരുടെ സിംഹാസനത്തിന്റെ ഇരിപ്പിടവും അവരുടെ മതപുരോഹിതന്മാരുടെ താമസിക്കുന്ന ഏരിയയും അവരുടെ ദൈവങ്ങളുടെ ആരാധന സ്ഥലവുമാണ്. ഒരു യഹൂദനെ സംബന്ധിച്ച് യെരുശലേം ഒരു കാലഘട്ടത്തിൽ അവൻ എത്രമാത്രം പ്രാധാന്യതയായിരുന്നുവോ അതുപോലെ തന്നെ ഈജിപ്ഷ്യനെ സംബന്ധിച്ച് അവന്റെ റിലീജിയസ് പ്ലേസ് ആണ് നോഫ്, അഥവാ ഇന്നത്തെ ഗ്രേറ്റ് കെയ്റോ എന്ന് പറയുന്ന സ്ഥലം. അതിനുമേൽ ദൈവത്തിന് ന്യായവിധി വരുമെന്ന് എടുത്തു പറയുന്നു. പിന്നീട് നമ്മളെ പീബെസത്തിനെ കണ്ടു. പീബെസത്ത് എന്ന് പറയുന്നത് സൂര്യന്റെ ഭവനം, സൂര്യ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ആരാധന സ്ഥലം, സൂര്യനെ ആരാധിക്കുന്ന സ്ഥലം, അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട സ്ഥലം. അതിനുമേൽ ദൈവത്തിന് ന്യായവിധി വരുമെന്ന് പറയുന്നു. അതിനകത്ത് തന്നെ നൈൽ നദിയുടെ ശാഖകളും ശാഖകളും ഒക്കെ പോകുന്നിടത്ത് ഉള്ള പി പാഷത്ത് എന്ന് പറയുന്ന ടവറിൽ ഉള്ളതായ പീബെസത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ദേവനുണ്ട്. പൂച്ചയുടെ തലയുള്ള ഒരു ദേവൻ. അതിന്മേലൊക്കെ ദൈവത്തിന് ന്യായവിധി വരുമെന്ന് പറയും. അടുത്ത തഹവനസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് യഹൂദന്മാർ ഓടിപ്പോയ സ്ഥലമാണ്. നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരുശലേമിനെ ആക്രമിച്ചപ്പോൾ
അവിടുന്ന് ഒരു കൂട്ടം ജനങ്ങൾ പലായനം ചെയ്ത് ഓടിപ്പോയി ചെന്ന് കയറിയ സ്ഥലമാണ് തഹവനേസ് എന്ന് പറയുന്നത്. അത് വളരെ ഉറപ്പുള്ള പട്ടണമാണ്. ആ പട്ടണത്തിന്മേൽ ദൈവത്തിന് ന്യായവിധി വരുമെന്ന് പറയുന്നു. അത് ഫറവോനിലെ ഒരു രാജകീയമാകുന്ന രാജ്ഞിയുടെ വസതിയുള്ള സ്ഥലമാണ്. അതിന്മേൽ ദൈവത്തിന് ന്യായവിധി വരും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ അതിന്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചു. അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചായിരുന്നു. 30-ാം അധ്യായത്തിന്റെ 20 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ആ പാസേജ് ആരംഭിക്കുന്നത് ഒരാണ്ടിന്റെ അഥവാ ഒരു തീയതി പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. 11-ാം മാസം 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി, അതായത് BC 587 ഏപ്രിൽ മാസം. യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ മാസം ആണ് അവരുടെ 1-ാം മാസം എന്ന് പറയുന്നത്. അപ്പോ 1-ാം മാസം യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടായി. യെഹെസ്കേലിനുണ്ടായി. അവർക്ക് ഉണ്ടായ അരുളപ്പാട് ഇതാണ്. അതായത് യെരൂശലേമിന്റെ പതനത്തിന്റെ 3.5 മാസം മുമ്പുള്ള ഒരു അരുളപ്പാടെന്ന് വേണേ പറയാം. 3-4 മാസങ്ങൾക്കുള്ളിലുള്ള ഒരു അരുളപ്പാട്. ഇവിടെ എടുത്തു പറയുന്നത് 2 കാര്യങ്ങളാണ്. ഫറവോന്റെ മേൽ, ഫറവോന്റെ ഭുജത്തിന്റെ മേൽ വരുവാൻ പോകുന്ന ന്യായം. 21-ാം വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യപുത്ര, മിസ്രയീം രാജാവാകുന്ന ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിനെ അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ ഫറവോന്റെ മേൽ വരാൻ പോകുന്ന, ഫറവോന്റെ ഭുജത്തിന്റെ മേൽ വരാൻ പോകുന്ന ദൈവികനായി വാൾ പിടിച്ച ഭുജത്തിന്റെയും കൈയുടെയും ഒരു ചിത്രീകരണം ഈ ഭാഗത്ത് കാണും. അവിടെ ഉണ്ടായ അരുളപ്പാടാണ്, ഞാൻ ഫറവോന്റെ ഭുജം തകർത്തു. ഈജിപ്തിലെ രാജാവിന്റെ ശക്തിയുടെ അടയാളമാണ് ഈ ഭുജം എന്നൊക്കെ പറയും. BC 588 ബാബിലോൺകാരെ തടയുവാൻ, അതായത് യെരൂശലേമിനെ ആക്രമിക്കുവാൻ വേണ്ടി ബാബിലോൺ രാജാവ് വരുമ്പോൾ ഈജിപ്തിലെ രാജാവാകുന്ന ഒഫ്രയുടെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വന്നു. യെരൂശലേമിലെ യഹൂദയുടെ അന്നത്തെ രാജാവിന്റെ റിക്വസ്റ്റ് പ്രകാരം ഒഫ്രയുടെ നേതൃത്വത്തിൽ ബാബിലോണെ തടയുവാൻ വേണ്ടി അവർ യുദ്ധത്തിന് വേണ്ടി വന്നു. ഒഫ്ര തന്റെ സൈന്യവുമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. തന്നിമിത്തം ബാബിലോൺകാർക്ക് പെട്ടെന്ന് ആ സമയത്ത് വന്ന് യെരൂശലേമിനെ ഉപരോധിക്കാൻ തക്കവണ്ണം ബുദ്ധിമുട്ടായി മാറി. അവർക്ക് ഉപരോധിക്കാൻ കഴിഞ്ഞില്ല. അവർ താൽക്കാലികമായി ആ പദ്ധതി ഉപേക്ഷിച്ച് അവർ മടങ്ങിപ്പോയി. അപ്പോൾ ആ പദ്ധതി ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാൻ കാരണം ഫറവോന്റെ ഭുജത്തിന്റെ ശക്തി, ഫറവോന്റെ പവർ, അതുകൊണ്ടാണ്. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും മടങ്ങി വരുന്നു. അപ്പോഴേക്കും ഫറവോന്റെ ശക്തി കുറഞ്ഞുപോയി. അങ്ങനെ ബാബിലോൺകാർ യെരൂശലേമിനെ പൂർണ്ണമായും കീഴടക്കി അതിനെ നശിപ്പിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ യെരൂശലേമും യഹൂദയും അറിയണം, ഈജിപ്തിന്റെ ശക്തി കുറഞ്ഞിരിക്കുന്ന, അവരെ സഹായിപ്പാണ് ശക്തിയോ ബലമില്ലെന്ന് അവരറിയണം. അത് ദൈവത്തിന്റെ ആവശ്യമാണ്.
കാരണം ദൈവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകല്ലേ, അവരെ ആശ്രയിക്കല്ലേ, അവരെ കുതിരകളെ വാങ്ങല്ലേ, യാതൊരു ബന്ധവും പാടില്ലെന്ന് പറയുമ്പോൾ അവരുടെ പിതാക്കന്മാർ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവർക്ക് ജയം നേടിക്കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ ധാരാളമുള്ളപ്പോൾ, തലമുറകൾ പിന്നിട്ടപ്പോൾ ദൈവത്തെക്കാൾ ഉപരിയായ നിലയിൽ ഈജിപ്തുകാരെ ആശ്രയിക്കുകയും ഈജിപ്തിലെ ഭരണാധികാരിയെ വളരെ ആശ്രയസ്ഥാനമായി കണ്ട് അതിൽ പൂർണ്ണമായും ആശ്രയിച്ചു കിടന്നത്. അതുകൊണ്ടാണ് ബാബിലോൺ സൈന്യം വരുമ്പോൾ ഒഫ്രയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് വേണ്ടി പോകുന്നതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവന്റെ ഭുജം ഒടിയുന്ന നിമിത്തം യഹൂദയും ജെറുസലേം മനസ്സിലാക്കണം, ഫറവോന്റെ ശക്തി പൂർണ്ണമായി മാറി, ഇനി ഒരു വിധത്തിലും അവനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവില്ല എന്ന് ദൈവത്തിന് ഇസ്രായേൽ ജനത്തെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അങ്ങനെ അവ ബലമുള്ള, ഇനി അടുത്തത് ഒഫ്ര എന്ന പേര് പറയുന്ന ഫറവോൻ, അവനാണ് ഈ യെഹെസ്കേൽ പ്രവചിക്കുന്ന കാലഘട്ടത്തിലെ ഈജിപ്തിലെ രാജാവ് എന്ന് പറയുന്ന ഒഫ്ര എന്ന് പറയുന്ന ഫറവോനാണ്. ഫറവോൻ നെക്കോയുടെ കൊച്ചുമകനാണ്. ഒഫ്ര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബലമുള്ള ഭുജമെന്ന. ചരിത്രകാരന്മാർ പറയുന്നത് സ്വയമായി ആ പേരവൻ സ്വീകരിച്ചതാണ് എന്ന് പറയാൻ, അവൻ സ്വയമുള്ള, അവൻ വളരെ ശക്തമുള്ളൊരു ഭുജമാണ്, ശക്തനാണെന്ന് കാണിക്കുന്ന നിലയിലുള്ള ഒരു പേരവൻ സ്വയമേ സ്വീകരിച്ചു എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന അവന്റെ മേലാണ് ദൈവത്തിന് ന്യായവിധി വരുവാൻ വേണ്ടി. ന്യായവിധി എന്ന നിലയിലും ദൈവത്തിന് ശക്തിയുടെ പ്രകടനം എന്ന നിലയിലും ദൈവം ആലങ്കാരികമായി പറയുകയാണ്, ഞാൻ ഫറവോന്റെ ഭുജം തകർത്തു. കയ്യിൽ വാൾ പിടിക്കാൻ കഴിയാതെ വണ്ണം പര്യാപ്തമല്ലാത്ത നിലയിൽ കൈ ബലഹീനമായി. അവന്റെ ശക്തി ദൈവം തന്നെ എടുത്തു കളഞ്ഞു. ദൈവം അവനെ ദുർബലനാക്കി. ഒഫ്ര ഒരു ദുർബലനായി തീരുന്നു. അങ്ങനെ ഫറവോനെയും ഈജിപ്തിനെയും പ്രതിരോധത്തിലാക്കുന്നു. ഫറവോന്റെ ഭുജം ഒടിഞ്ഞ് നെബൂഖദ്നേസറിന്റെ ആക്രമണത്തിൽ യെരുശലേമിനെ സഹായിക്കുവാൻ ഈജിപ്തിനെ കൊണ്ട് സഹായിപ്പാൻ കഴിയാതെ പോയി. ഒഫ്രയ്ക്ക് അവരെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. യെരെമ്യാവിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്കിൽ എടുത്തു പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഭാഗം വായിച്ചതാണ്. ആ നിലയിലേക്ക് അവന്റെ ഭുജം ഒടിഞ്ഞുപോയി, ശക്തിയില്ലാതായി. നമുക്കതിന്റെ 23 മുതൽ 25 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യെഹെസ്കേൽ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വാക്യം. ഞാൻ മിസ്രൈമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും. ഫറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും. മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവൻ അവന്റെ മുമ്പിൽ ഞരങ്ങും. ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും. ഫറവോന്റെ ഭുജങ്ങൾ വീണുപോകും. ഞാൻ എന്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിസ്രയീം ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്നവർ അറിയും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ യഹോവ എന്നവർ അറിയും. ഓക്കെ, ഇവിടെ ഒരു ഭാഗത്ത് ഇതിനു മുമ്പുള്ള വാക്യത്തിൽ ഫറവോന്റെ ഭുജം ഒടിച്ചു കളയുന്നു. അവന് വാൾ പിടിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കൈയുടെ ശക്തി നഷ്ടപ്പെടുന്നു. കൂടാതെ അവൻ്റെതായിരിക്കുന്ന മുറിവ് കെട്ടുന്നതുമില്ല എന്ന് പറയുന്നു. മുറിവ് കെട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ ബലഹീനനായിപ്പോയി.
ആ ബലഹീനനായി പോയപ്പോൾ അവനെ സഹായിപ്പാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവന് സഖ്യകക്ഷിയിൽപ്പെട്ടവരോ മറ്റു രാഷ്ട്രങ്ങൾ ആരും അവനെ സഹായിക്കുവാൻ വേണ്ടി മുൻപോട്ട് വരുന്നില്ല എന്നാണ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അവനെ സഹായിപ്പാൻ ആരും മുൻപോട്ട് വരുന്നില്ല. അവൻ അവിടെ കൊണ്ട് അസ്തമിക്കുന്നതായി കാണാൻ കഴിയുന്നു. ഇവിടെ ദൈവം നെബൂഖദ്നേസറിന്റെ രാജാവിന്റെ കൈയെ അഥവാ ഭുജത്തെ ശക്തമാക്കും. ഒരു ഭാഗത്ത് ഫറവോന്റെ ഭുജത്തെ ബലഹീനമാക്കി അതിനെ ഒടിച്ചു കളയുമ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ ഭുജത്തെ ശക്തമാക്കും. ദൈവം ഈജിപ്തിനെ ദുർബലപ്പെടുത്തുകയും ഫറവോനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവം നെബൂഖദ്നേസറിനെ ശക്തിപ്പെടുത്തുകയും ഈജിപ്തിനെ നശിപ്പിക്കുവാൻ ദൈവത്തിന്റെ ഒരു ഏജന്റായി തീരുകയും ചെയ്യും. നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ ഒരു സുപ്രധാനമാകുന്ന ഒരു കാര്യം, ഇവിടെ യഹോവയായ ദൈവം ഒരു സാമ്രാജ്യത്തെ ഒടിക്കുന്നു, അവന്റെ ഭുജത്തെ ഒടിക്കുമ്പോൾ മറ്റൊരു സാമ്രാജ്യത്തിന്റെ ഭുജത്തെ ശക്തമാക്കും. ഒരു സൈഡിൽ ഭുജം ഒടിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഭുജത്തെ ബലപ്പെടുത്തുന്നു, ഭുജത്തെ ശക്തമാക്കും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയായ ദൈവം രാജാക്കന്മാരെ വാഴിക്കുന്നു, നീക്കേണ്ടതിനെ നീക്കിക്കളയും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ചുറ്റുപാടുള്ള രാജ്യങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ ചിലർ പ്രത്യേകാൽ ഇന്നാര് ജയിക്കണേ എന്ന് പറഞ്ഞ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ചിലർ ജയിച്ചെന്നിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആള് അധികാരത്തിൽ വന്നെന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ അധികാരത്തിൽ വന്നില്ലെന്നിരിക്കാം. ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവമാണ് ഒരുത്തനെ എഴുന്നേൽപ്പിക്കുകയും മറ്റവനെ താഴ്ത്തുകയും ചെയ്യുന്നത്. യഹോവയായ ദൈവമാണ്. ദൈവമാണ് ഒരു ഭരണാധികാരിയെ, ഒരു കൂട്ടം ഭരണാധികാരികളെ അധികാരത്തിൽ കൊണ്ടുവന്നതും മറ്റൊരു ഭരണാധികാരികളെ ദുർബലരാക്കി തീർക്കുന്നതും ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യവും ചുറ്റുപാടുള്ള രാജ്യങ്ങളൊക്കെ ഓരോരുത്തരുടെ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, യഹോവയായ ദൈവത്തിന്റെ പദ്ധതിയും പ്രകാരം ദൈവമാണ് ഒരുത്തനെ വാഴിക്കുന്നതും മറ്റൊരുത്തനെ ഇറക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ശക്തി ഉണ്ട് എന്ന് ഉത്തമ ബോധ്യം നമുക്കുണ്ടായി. ആ ബോധ്യത്തോട് വേണം നമ്മുടെ യാത്ര നമ്മൾ മുൻപോട്ട് ചെയ്യണം. വളരെ വ്യക്തമായ ഭാഗമാണ് പറയുന്നത്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അധികാരമുള്ള ശക്തിയുടെ കരം, അതാണ് അവിടെ ചെയ്യുന്നത്. 24-ാമത്തെ വാക്യം കാണുമ്പോൾ ദൈവം നെബൂഖദ്നേസർ മുഖേന കൊണ്ടുവന്ന ന്യായവിധിയിൽ അവിടെ എടുത്തു പറയുന്നു, അവന് ഞരങ്ങുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും, ഫറവോന്റെ ഭുജങ്ങളെ ഞാൻ ഒടിച്ചു കളയും, മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവൻ അവന്റെ മുമ്പിൽ ഞരങ്ങും. ഫറവോനാണ് ഒരു ആധിപത്യ ശക്തി ഉണ്ടായിരുന്നവൻ. നെബൂഖദ്നേസർ ഈജിപ്തിനെ ആക്രമിച്ച സമയത്താണ് സോരിന്റെ ഉപരോധം അവസാനിച്ചതിന് ശേഷം ഒഫ്ര ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഒഫ്ര കൊല്ലപ്പെടുകയാണ്. അത് ചരിത്രം ഇങ്ങനെ പറയുന്നു, ലിബിയയിൽ ഒരു വിനാശകമാകുന്ന ഒരു പ്രചാരണം നടത്തിയിരുന്നു. അത് അഹമാസിന്റെ കീഴിലുള്ള എതിരാളി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരായിരുന്നു. അവർ വലിയ കലാപം അഴിച്ചുവിട്ടു. ആ കലാപത്തിൽ ഒഫ്രയെ കൊല്ലുകയായിരുന്നു
എന്ന് പറയും. അങ്ങനെ വേറൊരു ഞരക്കങ്ങളാൽ മാത്രം ഒതുങ്ങിപ്പോയി. 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ അവൻ ഈജിപ്തിലെ രാജാവിന്റെ 2 കരങ്ങളും ഒടിക്കും, ഈജിപ്തിലെ സൈന്യത്തെ പരാജയപ്പെടുത്തും, ഈജിപ്തുകാരെ മറ്റ് രാജ്യങ്ങളിലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ആ ഭാഗം പറഞ്ഞു നിർത്തുക. അവസാനം പറഞ്ഞു നിർത്തുന്നത് ഞാൻ യഹോവ എന്ന് അവർ അറിയും. ആത്യന്തികമായ ലക്ഷ്യമാണ് ഇതിന്റെ അകത്തൂടെ എല്ലാം യഹോവയുടെ ശക്തി, യഹോവ ദൈവമാണെന്ന് വെളിപ്പെടുത്തണം. അത് ദൈവത്തിന്റെ പ്ലാനാണ്. ഈ ഭാഗത്തൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിലൂടെ എബ്രായരുടെ ദൈവമാകുന്ന യഹോവ ദൈവമാണെന്ന് ഇവർ മുമ്പിൽ വെളിപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് 30-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്കിനിയും 31-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചാപ്റ്റർ 31. ഈ പുസ്തകത്തിൽ അഥവാ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം ഈജിപ്തിൽ വരാനിരിക്കുന്ന പതനത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. 29-30 അധ്യായം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കുറെ കൂടെ ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അതിന് ദൈവം ദേവദാരു എന്ന് പറയുന്ന ഒരു മരത്തോടുപമിച്ച് ആലങ്കാരികമായി ചില കാര്യങ്ങൾ പറഞ്ഞ് അതിലൂടെ ഈജിപ്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയാം. ഒന്നുകൂടി പറഞ്ഞാൽ, ഈജിപ്തുകാരോട് പറയുന്നത് ദേവദാരു വൃക്ഷം വെട്ടി പാതാളത്തിലേക്ക്, കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ ഇതും വലിച്ചെറിയപ്പെടും എന്ന് യെഹെസ്കേലിലൂടെ അരുളപ്പാട് കൊടുക്കുകയാണ്. ദേവദാരു എന്ന് പറയുന്ന മരം ശക്തിയുടെയും ദീർഘായുസ്സിന്റെയും പ്രതീകമായി. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഇത് അസീറിയൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മൾ ഈ അധ്യായം ആരംഭിക്കുമ്പോൾ ഈ ദേവദാരു വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അസീറിയുമായിട്ട് സാമ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ അവസാനം വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം കൊണ്ടുപോയി ചൂണ്ടിക്കാണിക്കുന്നത് ഈജിപ്തിനെ കുറിച്ചാണ്. ഒരു രാഷ്ട്രം എത്ര വലുപ്പവും മഹത്വമുള്ളതാണെങ്കിലും അത് അഹങ്കാരത്താൽ മല്ലമായാൽ ന്യായവിധിയിൽ ദൈവം അതിനെ നരകത്തിലേക്ക് താഴ്ത്തുമെന്ന് ഈ അധ്യായത്തിലൂടെ വ്യക്തമാക്കും. ദൈവം താൻ ആഗ്രഹിക്കുന്നതിനെ ഉയർത്തുന്നു. എന്നാൽ ഒരു വ്യക്തിയോ രാഷ്ട്രമോ അഹങ്കാരത്താൽ മുൻപോട്ട് പോയാൽ അവന്റെ അഹങ്കാര നിമിത്തം ദൈവം ആ വ്യക്തിയെ, ആ ജാതിയെ താഴ്ത്തും എന്ന് വളരെ വ്യക്തമായി പറയും. നമുക്ക് ഈ അധ്യായത്തിനകത്തേക്ക് പ്രവേശിക്കാം. അതിന്റെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിച്ചു. 11-ാം ആണ്ട് 3-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്കു സമൻ? അശൂർ ലെബനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. അതിന്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. ഇത് ശക്തിയേറിയ ഒരു വൃക്ഷത്തെ കുറിച്ചോടെ പറയും. ഈ അധ്യായം ആരംഭിക്കുന്നത് 11-ാം ആണ്ട് 3-ാം മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇത് ഈജിപ്തിനെതിരായുള്ള യെഹെസ്കേലിലൂടെയുള്ള 5-ാമത്തെ പ്രവചനമാണ്, അരുളപ്പാട്.
ഈജിപ്തിനെതിരായിട്ടുള്ള 5-ാമത്തെ അരുളപ്പാട്. ഇവിടെ ഒരു പ്രത്യേക തീയതി പറയുന്നു. ഇവിടെ പറയുമ്പോൾ 11-ാം ആണ്ട് 3-ാം മാസം 1-ാം തീയതി എന്ന് പറയുന്നു. ഇതിനു മുമ്പുള്ള ഭാഗത്ത് 1-ാം മാസം 7-ാം തീയതി പറഞ്ഞു. ഏകദേശം 4-ാമത്തെ അരുളപ്പാട് കഴിഞ്ഞ് ഏകദേശം 2 മാസത്തിന് ശേഷമാണ് അടുത്ത അരുളപ്പാട്. യെരുശലേമിന്റെ പൂർവമാകുന്ന ഒരു പതനത്തിന് ഏകദേശം 1 മാസം മുമ്പുണ്ടായ ഒരു അരുളപ്പാടാണ്. ഇവിടെ ഈജിപ്ത് രാജാവിന്റെ ഫറവോനോടും അവന്റെ ജനത്തോടും കൂടെ പറയുക എന്ന് പറഞ്ഞാണ് ഈ അരുളപ്പാട് ആരംഭിക്കുന്നത്. മിസ്രൈം രാജാവാകുന്ന ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത് എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവിടെ ആരംഭിക്കുന്നത്. ഈ അരുളപ്പാട് ഈജിപ്തിന് നൽകപ്പെടുന്നു. അതിലെ ഭരണാധികാരികളോടും അതിലെ ജനങ്ങളോടും കൂടിയുള്ള അരുളപ്പാട്. ഇപ്പോൾ പ്രവചനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അസീറിയ ചുറ്റിപ്പറ്റിയാണ്. ഇത് ഈജിപ്തിന് വേണ്ടിയുള്ള പ്രവചനമാണെങ്കിലും അരുളപ്പാടാണെങ്കിലും അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അസീറിയെ കുറിച്ചാണ്. അശൂർ, അശീറിയ എന്നൊക്കെ പറയാം. അതായത് ഈജിപ്തിന്റെ ചരിത്രം ഉയരവും അവിടെ മഹത്വമായ വ്യക്തമായ തെളിവുകൾ നൽകുന്നുണ്ട് ആ പാരഗ്രാഫിൽ. യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ആയിരക്കണക്കിന് വർഷങ്ങളായ ഒരു ശക്തമായ രാജ്യമായി. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ആ കാലഘട്ടം മുതലേ ഈജിപ്റ്റ് ശക്തമായൊരു സാമ്രാജ്യ ശക്തിയും സംസ്കാരങ്ങളുടെ ഉറവിടവും സമ്പൽ സമർത്ഥവും ഒക്കെയായ. എന്നാൽ ഈ ഭാഗത്ത് വരുമ്പോൾ ഈജിപ്തിനെ പഠിപ്പിക്കുവാൻ, ഈജിപ്തിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം മറ്റൊരു ഉദാഹരണം ഇവിടെ എടുത്തിരിക്കുകയാണ്. അതായത് ലെബാനിലുള്ള ദേവദാരു വൃക്ഷത്തിലൂടെ അസീറിയയെ ചൂണ്ടിക്കാണിക്കുകയും അസീറിയയിലൂടെ ഈജിപ്തിന് വരാൻ പോകുന്ന ന്യായവിധിയെ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ ഭാഗത്ത് വളരെ വിശദമായി ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലെബാനോനിലെ ദേവദാരുവിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ആ ഭാഗത്ത് നോക്കുമ്പോൾ അശൂരിനെ കുറിച്ച്, അസീറിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രതിപാദനത്തിലൂടെ നമ്മൾ ആ അധ്യായത്തിന് അവസാനം വരുമ്പോൾ അതുകൊണ്ട് എത്തിക്കുന്നത് ഈജിപ്തിനോടുള്ള ബന്ധം കൊണ്ട് അവസാനിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മനുഷ്യപുത്ര, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? ഈ 2-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ഒരു കവിതാ രൂപത്തിലാണ് ആ ഭാഗം വിശദീകരിച്ചത്. ഒരു കവിതാ രൂപത്തിൽ ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നിലയിലാണ് യെഹെസ്കേൽ പ്രവാചകൻ യഹോവയുടെ അരുളപ്പാട് ഇവിടെ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യത്തോടെ ആരംഭിക്കുന്നു. നിന്റെ മഹത്വത്തിൽ നീ ആരെ പോലെയാണ്? നീ ആർക്ക് സമന?
നിങ്ങളോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്ന പുരുഷാരത്തോടും ഈജിപ്തിലെ രാജാവിനോട് ചോദിക്കുന്നു, നിങ്ങളോട് സാമ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രാജാവോ രാജകുമാരനോ രാജ്യമോ ഇല്ല എന്ന ഒരു സ്വയം ഒരു അഭിമാനം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ചിന്താഗതി ലോകത്തുള്ള ഒരു രാജ്യവും രാജാവും രാജകുമാരനും ഞങ്ങൾക്ക് തുല്യമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നൊരു അഹങ്കാര മനോഭാവം, ഒരു അഭിമാനം നിങ്ങൾക്കുണ്ട്. ഇവിടെ യഹോവയായ ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് ആ ചോദ്യം ചോദിക്കുകയാണ്. എന്നാൽ ഫറവോനിൽ നിന്നും ഉത്തരം ലഭിക്കുന്നില്ല. ഫറവോനിൽ നിന്നും ഒരു റിപ്ലൈ, ഒരു ഉത്തരം ലഭിക്കാതെ യഹോവയായ ദൈവം തുടർന്നുള്ള വാക്യങ്ങളിൽ യഹോവയായ ദൈവം തന്നെ അത് ഉത്തരം നൽകുന്നുണ്ട്. യഹോവ തന്നെ പറയുന്നു, അസീറിയൻ രാജാവ് ഫറവോനെ പോലെ ശക്തനായിരുന്നു. അതാണ് അവിടെ വായിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിൽ മൂന്നാമത്തെ വാക്യം വായിച്ചു. അശൂർ ലെബനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. നോക്കണം, ഇവിടെ നേരെ അസീറിയയിലേക്ക് പോകുന്ന അശൂരിലെ അതിനെ ലെബാനിലുള്ള ദേവദാരുവിന് സാമ്യപ്പെടുത്തി പറയുകയാണ്. അസീറിയൻ രാജാവ് ഫറവോനെ പോലെ ശക്തനായിരുന്നു. ഇവിടെ യഹോവയായ ദൈവം ദേവദാരുവിലൂടെ അസീറിയെ കാണിക്കുക. എന്നിട്ട് ദയനീയമാകുന്ന അന്ത്യത്തിൽ എത്തി എന്ന് ഈജിപ്തിലെ രാജാവിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. തന്റെ മഹത്വത്തിന്റെ തുടർച്ചയ്ക്ക് യാതൊരു സുരക്ഷിതത്വമില്ലായിരുന്നു. അസീറിയൻ രാജാവിനെ പോലെ ഉടൻ തന്നെ താഴെ ഇറക്കപ്പെടുമെന്നും അവനെ ഇതിലൂടെ യഹോവയായ ദൈവം അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്കിനി അതിന്റെ 2 വാക്യം മുതൽ 6 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? അശൂർ ലെബനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. അതിന്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. വെള്ളം അതിനെ വളർത്തി ആഴി അതിനെ ഉയരുമാറാക്കി. അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി. അത് തന്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി. അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ടും പടർന്ന് തന്റെ കൊമ്പുകളെ പെരുക്കി ചില്ലികളെ നീട്ടി. അതിന്റെ ചില്ലികളിൽ ആകാശത്തിലെ പറവകളൊക്കെയും കൂടുണ്ടാക്കി. അതിന്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗങ്ങളൊക്കെയും പെറ്റുകിടന്നു. അതിന്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. ഇവിടെ വൃക്ഷത്തിന് ശക്തിയും മഹത്വവും തീർച്ചയായും അസീറിയ ലെബനിൽ ഒരു ദേവദാരുവായിരുന്നു. ദേവദാരു പോലെയായിരുന്നു. ലെബാനിലെ ദേവദാരു എന്ന് പറയുമ്പോൾ വളരെ ശക്തമാണ്. അതിനെക്കുറിച്ച് വിശദീകരണം ഞാൻ പറയാം. ഒരു വലിയ വൃക്ഷത്തിന്റെ രൂപകാത്മകമായി ഉപയോഗിച്ച്, ആലങ്കാരികമായി ഉപയോഗിച്ച് അസീരിയൻ സാമ്രാജ്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് യഹോവയെ ദൈവം തന്നെ അങ്ങോട്ട് പറയുകയാണ്. നിനക്ക് സമനായി ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് അസീറിയയെ അങ്ങോട്ട് എടുത്തോട്ട് കാണിക്കുകയാണ്. ഈജിപ്തിന് എങ്ങനെ വലിയ ശക്തിയാണെന്നും അതിനെ ന്യായവിധിയിലൂടെ താഴെ ഇറക്കുകയും ചെയ്തു, അതുപോലെ തന്നെ നിനക്ക് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നമുക്കറിയാം, അസീറിയ എന്ന് പറയുന്നത്
ഒരു വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. വടക്കേ രാഷ്ട്രത്തെ അറ്റാക്ക് ചെയ്ത് അതിനെ മൊത്തം കീഴടക്കിയത് അസീറിയക്കാരാ. ബാബുലോൺ സാമ്രാജ്യത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ശക്തമായ സാമ്രാജ്യമായിരുന്നു അസീറിയ. അവരാണ് വടക്കേ രാജ്യത്തെ ആക്രമിക്കുകയും ശമരിയ പട്ടണം ആക്രമിച്ചിട്ട് അവിടുന്ന് ഒരുപാട് ജനങ്ങളെ അവരുടെ രാജ്യത്തേക്കും അവരുടെ കീഴിലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഇറക്കുകയും അവിടെ നിന്നുള്ള ആളുകളെ ഇവിടെ കൊണ്ടിറക്കുകയും ചെയ്തത് അസീറിയക്കാരാണ്. അങ്ങനെയാണ് നമുക്കറിയാം ശമരിയ എന്ന് പറയുന്ന ഒരു മിക്സഡ് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാരണക്കാരൻ ഈ അസീറിയക്കാരാണ്. അപ്പോൾ ആ വലിയ രാഷ്ട്രമാകുന്ന 10 ഗോത്രം അടങ്ങുന്ന വടക്കേ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിയത് അസീറിയക്കാരൻ. അവർ ഭയങ്കര ശക്തന്മാരായി, ഈ ദേവദാരു വൃക്ഷം പോലെ ശക്തമായി. ആ ശക്തമായ സാമ്രാജ്യ ശക്തി BC 612 ബാബിലോൺകാർ അസീറിയെ പരാജയപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ഈജിപ്തിന്റെ ശക്തിയും അതേ രീതിയിൽ അവസാനിപ്പിക്കും. ബാബിലോൺകാരാൽ ഈജിപ്ത് ശക്തി നശിപ്പിക്കുമെന്ന് എടുത്ത് ഇവിടെ പറയുന്നു. ഇവിടെ ലെബാനിലെ ദേവദാരുവിന്റെ ഉയരം, അതിന്റെ മനോഹരമായ ഒരു വൃക്ഷം. ഈ വൃക്ഷം കാട്ടിലെ ഏറ്റവും വലിയ മികച്ചതായിരുന്നു എന്ന് പറയുന്നു. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം നോക്കുമ്പോൾ ആ വൃക്ഷത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ പറയുന്നു. ഒന്ന്, തണലുള്ള മനോഹരമാകുന്ന ശാഖകളുള്ള ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം. രണ്ടാമത്തെ ഒരു ക്വാളിറ്റി വളരെ ഉയരമുള്ളതാണ്. ചില ഭാഷാന്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് കട്ടിയുള്ള കൊമ്പുകൾക്കിടയിൽ ഇടതൂർന്നു വളരുന്ന ഒരു വൃക്ഷം, മേഘങ്ങൾക്കിടയിലൂടെ ശക്തമായി മുൻപോട്ട് പോകുന്ന ഒരു വൃക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത്, നല്ല വെള്ളത്തിലേക്ക് ആഴമുള്ള വേരുകൾ ഉണ്ടായിരുന്നു. ആ വെള്ളം വലിച്ചെടുത്ത് ശക്തമായി വളർന്നുകൊണ്ടേ. ലെബാനിലെ ദേവദാരുവിന്റെ പ്രത്യേകതയാണ്. പല മൃഗങ്ങൾക്കും സംരക്ഷണം നൽകിയിരുന്നു. ധാരാളം മൃഗങ്ങൾ അതിന് കീഴിൽ വന്നു. ഇവിടെ വായിക്കുന്നത് പെറ്റുകിടന്ന വായിക്കുന്നത് കാട്ടുമൃഗങ്ങൾ. ആ നിലയിൽ മനോഹരമാകുന്ന പന്തലിച്ച് നിൽക്കുന്ന ഉയരമുള്ള ഒരു വൃക്ഷം. ഒന്നുകൂടി പറയുന്നു, ദൈവത്തിന് തോട്ടമാകുന്ന ഏദനിലെ മരത്തേക്കാൾ, വൃക്ഷത്തെക്കാൾ വലുത്, ഏതൊക്കെ അതിനേക്കാൾ മുകളിൽ നിൽക്കും. ഇതിന് പല ശാഖകളുണ്ട് എന്നും വ്യക്തമായി പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രത്തെ കാണിക്കുകയാണ്. ആഗോളപരമാകുന്ന ഒരു പ്രപഞ്ച വൃക്ഷമാണിത്. വേദപുസ്തകത്തിൽ പല ഭാഗത്തും വൃക്ഷങ്ങളെ രാഷ്ട്രത്തോടും ജനങ്ങളോടും ഒക്കെ സാമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. 2 വേദഭാഗം വായിച്ച് രാത്രി നമുക്ക് നിർത്താം. സങ്കീർത്തനം 80 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും വായിച്ചു. സങ്കീർത്തനം 80 8 9. നീ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. ഇത് ഇസ്രായേൽ ജാതിയെ കുറിച്ച് പറയുന്ന, ഇസ്രായേൽ ജാതിയെ മുന്തിരിവള്ളിയോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കും. ഇനി ദാനിയേൽ പുസ്തകത്തിൽ പോകുമ്പോൾ അവിടെ ഒരു സ്വപ്നം കാണുന്ന നെബൂഖദ്നേസർ ഒരു വൃക്ഷത്തെ അതൊരു രാഷ്ട്രമായിട്ട് കാണുന്നു. അപ്പോൾ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ പല ഭാഗത്തും ചില വൃക്ഷങ്ങളെ രാഷ്ട്രത്തോട് സാമ്യപ്പെടുത്തി
പറയുന്നു. മരങ്ങൾക്ക് പ്രത്യേകമാകുന്ന സ്ഥാനവും ബഹുമാനവും ഉള്ളതായി കാണാൻ കഴിയും. ഞാൻ എൻ്റെ വാക്ക് രാത്രി ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, ഒരു സൈഡിൽ ഒരു ഭുജത്തെ ഓടിക്കുമ്പോൾ അതേ ദൈവം അതേ സമയം മറ്റൊരു ഭുജത്തെ വളർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് ഏത് പ്രവർത്തനങ്ങളുടെയും പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമാണ് എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം രാത്രി മനസ്സിലാക്കണം. അതുകൊണ്ട് 2024 നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി ദൈവം നമുക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചു, ചില ഭുജങ്ങളെ ഒടിച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒടിച്ചതല്ല, നമ്മുടേതായിരിക്കുന്ന പ്രയത്നങ്ങൾക്കും നമ്മുടേതായിരിക്കുന്ന പദ്ധതികൾക്കും എതിരെ ഉയർന്നു വന്ന പല ഭുജങ്ങളും ഒരു സുപ്രഭാതത്തിൽ ഒടിഞ്ഞു പോയത് സ്വയമോ ഒടിഞ്ഞതല്ല, തമ്പുരാൻ ഒടിച്ചതാണ്. ആ സ്ഥാനത്ത് ദൈവം മറ്റ് പലരെ നമുക്ക് ഇവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയുവാൻ ധാരാളം കാര്യങ്ങൾ കാണാം. നിങ്ങളുടെ ജീവിതത്തോടെ മല്ലടിച്ചിരുന്ന, വലിയ തടസ്സമായി നിന്ന വലിയ പർവ്വതങ്ങൾ പോലെയുള്ള ചില ഭുജങ്ങൾ യഹോവയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ ഒടിച്ചിട്ട് മറ്റു ചിലതിനെ ആ സ്ഥാനത്ത് എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയാം. ആ ദൈവം 2025 നമുക്ക് വേണ്ടി ചില ഭുജങ്ങളെ ഒടിക്കും, ചില ഭുജങ്ങളെ നമുക്ക് വേണ്ടി ബലപ്പെടുത്തും എന്ന യാഥാർത്ഥ്യം ഈ രാത്രി നമ്മൾ ഓർത്തുകൊള്ളണം. നമുക്ക് വേണ്ടി ചില ഭുജങ്ങളെ എഴുന്നേൽപ്പിക്കും, നമുക്ക് വേണ്ടി ചില ഭുജങ്ങളെ ഒടിക്കും. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്: ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിച്ച് വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലമുണ്ട്. ഈ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ടെത്തുന്നത്, ഈ 2025 ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ പൂർണ്ണമായും ശരണം പ്രാപിച്ച് നമുക്കായിരിക്കാം. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിന് പൂർണ്ണ പ്രതിഫലമുണ്ട്. അവർക്ക് വേണ്ടി തമ്പുരാൻ ചില ഭുജങ്ങളെ ഉയർത്തും, ചില ഭുജങ്ങളെ ഒടിക്കും. താഴ്മയുള്ളവരായി നമുക്ക് ജീവിക്കാം. നമ്മൾ പലപ്പോഴും നിഗളിക്കാറുണ്ട്, എനിക്ക് സമൻ ആരാണുള്ളത്. എന്നാൽ ഓർത്തുകൊള്ളണം, യഹോവയുടെ മുമ്പിൽ നമ്മളാരും ഒന്നുമില്ല. താഴ്മയുള്ളവരെ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.